ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആയാലോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ദേ ഇവിടെ ഒരു 4 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മിക്സിയുടെ ജാർ എടുത്ത് ദാ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇനി വെള്ളം ഒന്നും ചേർക്കാതെ ദാ നല്ലോണം ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ദാ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാമേ. 1 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി മുഴുവൻ ഏലക്കയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഈ സമയം ഒരു 3 ഏലക്ക ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ലോണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ആ ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി എടുത്ത് അതേ സെയിം കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് ശർക്കര പൊടിയും കൂടെ എടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലോണം ഇതങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. ആദ്യം സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കട്ടകളൊക്കെ നല്ലോണം ഒന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കണേ. അതിനുശേഷം കൈ വെച്ച് നല്ലോണം കട്ടയൊക്കെ ഉടച്ച് നമ്മുടെ ചപ്പാത്തി പരുവത്തിന് നമ്മൾ ഇതങ്ങ് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. കണ്ടല്ലോ, മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് റെഡി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതേ പരുവത്തിൽ വേണം കേട്ടോ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതാ നെയ്യും എല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തൊരു ഫില്ലിങ് കൊടുക്കാനായിട്ട് ഞാൻ ദാ ഇവിടെ ഒരു അരമുറി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലോണം ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ സമയം ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അവലും കൂടി ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ അവലും തേങ്ങയും ശർക്കരയും തമ്മിലുള്ളൊരു മിക്സ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഫില്ലിംഗ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇവിടെ അവലും ശർക്കരയും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ വാഴയിലയിലാണ് കേട്ടോ ഇന്ന് നമ്മുടെ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ അടിയിൽ ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. നടുക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ നമുക്ക് ആ ഒരു ഷേപ്പ് അങ്ങ് കിട്ടുവേ. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ പകുതി മാവ് എടുക്കണം കേട്ടോ. തയ്യാറാക്കി വെച്ച മാവിൻ്റെ പകുതി മാവ് എടുത്ത് നമുക്ക് ദാ ഇതേപോലെ ഒന്ന് ഇലയപ്പത്തിനൊക്കെ പരത്തില്ലേ, അതേപോലെ നമുക്ക് അങ്ങ് പരത്തി കൊടുക്കാം കേട്ടോ. കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് തടകിയതിന് ശേഷം നമുക്ക് ദാ ഇതേപോലെ അങ്ങ് പരത്തി കൊടുക്കാമേ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പകുതി മാവേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ദാ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയും ശർക്കരയും തമ്മിലുള്ള മിക്സും കൂടെ അതിനകത്തോട്ട് അങ്ങ് വെച്ച് കൊടുക്കാമേ. ഇനി ബാക്കിയുള്ള മാവാണ് കേട്ടോ ഇത്. നമ്മൾ എടുത്തതിൻ്റെ പകുതി മാവ് നമ്മൾ പരത്തി വെച്ചു. ഇനി ബാക്കിയുള്ള മാവ് അത് നമുക്ക് ഇതേപോലെ ഒരു ഇല എടുത്ത് അതിൽ അടിയിലായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് തടയി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ പരത്തിയതുപോലെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ അങ്ങ് പരത്തിയെടുക്കാം കേട്ടോ. കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് തടയിയതിന് ശേഷം നമുക്ക് ദാ ഇതേപോലെ അങ്ങ് പരത്തിയെടുക്കാമേ. അപ്പം ഇലയുടെ അടിയിൽ എന്തായാലും നെയ്യ് പുരട്ടണം കേട്ടോ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ അങ്ങ് ഇളക്കിയെടുക്കാനും സാധിക്കും കേട്ടോ. അപ്പം ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഇല അങ്ങ് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഇതങ്ങ് വെച്ചു കൊടുക്കാമേ. അപ്പം ഞാൻ ദാ അതേപോലെ അതിൻ്റെ പുറത്തോട്ട് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ നല്ലോണം അങ്ങ് അടച്ചെടുക്കാം കേട്ടോ. ദാ ഇതേപോലെ നമുക്ക് അങ്ങ് അടച്ചെടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ സൈഡിൽ എന്തെങ്കിലും ഷേപ്പ് ഒക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ സിമ്പിളായിട്ട് ഈ സൈഡൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സൈഡെല്ലാം നല്ലോണം ഒന്ന് അടച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തോട്ടായിട്ട് ഞാൻ കുറച്ച് വെള്ള എള്ള് ഇടുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിലുള്ള എന്ത് നട്ട്സ് വേണമെങ്കിലും ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാമേ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ദാ കുറച്ച് എള്ള് വെച്ച് കുറച്ച് മുന്തിരിയും കൂടെ അതിൻ്റെ പുറത്തൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിലുള്ള എന്ത് നട്ട്സോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇന്ന് ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം വെച്ചതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇഡ്ഡലി തട്ട് നമുക്കിങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല നിരപ്പിൽ അതിരിക്കുകയും ചെയ്യുവേ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഇലയോടെ നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമുക്കൊരു വാഴയില വെച്ച് അടച്ചു കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതിനകത്തോട്ട് വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് വാഴയില വെച്ച് മൂടിക്കൊടുക്കാം. മൂടിക്കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. തേങ്ങയും ശർക്കരയും പഴവും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ ദാ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലോ,
അകത്തുള്ള ഫില്ലിംഗ് ഒക്കെ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. തേങ്ങയും ശർക്കരയും വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്തായിരിക്കും നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കിയേ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. മുൻപോട്ട് ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പീസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.